ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പ്രശാന്ത് നീലിന്റെ അടുത്ത സിനിമ സലാർ പുറത്തിറങ്ങിയിരിക്കുന്നു. ഡിസംബർ 22 സിനിമ പുറത്തിറങ്ങി. ഇപ്പോഴിതാ സിനിമ പറ്റിയുള്ള പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ സിനിമ എത്രത്തോളം മനോഹരമാണ്, ഇതെങ്ങനെയാണ് ഇത് മോൺസ്റ്റർ വേഴ്സുമായി ബന്ധമുണ്ട് എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ അതോടെ തന്നെ നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് സാലാർ എന്ന സിനിമയുടെ ഒരു റിവ്യൂ തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാൻ പറ്റും. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അത് കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിലക്കണം എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്താണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. തീർച്ചയായിട്ടും ആരും തന്നെ പറയാനുള്ളത് ഈ സിനിമയുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഇല്ല. അഥവാ നമ്മൾ KGF 2 ഉണ്ടായിരുന്ന ഒരു എക്സ്പെക്ടേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം തുടക്കത്തിലുണ്ടായിരുന്ന ഹൈപ്പ് ഇടയ്ക്കൊന്ന് കുറഞ്ഞ്, എന്നാൽ അവസാന സമയത്ത് അഥവാ സെക്കൻഡ് ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ഇപ്പോൾ ഏകദേശം മിക്സഡ് അഭിപ്രായം തന്നെയാണ് പൊതുവെ വന്നുകൊണ്ടിരിക്കുന്നത്. മിക്സഡ് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശാന്ത് നീലിന്റെ സിനിമയുടെ പ്രത്യേകത നമുക്കറിയാവുന്ന കാര്യമാണ്. പുള്ളിക്കാരൻ മേക്കിംഗ് കൊണ്ട് അന്യായമാക്കി സിനിമ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എത്രത്തോളം മനോഹരം അദ്ദേഹത്തിന് ആക്കി മാറ്റാൻ സാധിക്കുമോ ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു സിനിമ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ KGF ഏകദേശം കുറേയധികം സിമിലാരിറ്റീസ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുന്നു. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുടെ കളർ ഗ്രേഡിംഗ് തന്നെയാണ്. അഥവാ ഏകദേശം ഡാർക്ക് ടോണിലായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് സലാർ. പ്രത്യേകിച്ച് നമ്മൾ KGF സിനിമകൾ കണ്ടതുപോലെയുള്ള അതേ ട്യൂൺ തന്നെയാണ് അല്ലെങ്കിൽ അതേ കളർ ഗ്രേഡിംഗ് തന്നെയാണ് ഈ സിനിമയിലും പുള്ളിക്കാരൻ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അഥവാ പ്രശാന്തിൽ പറഞ്ഞത് പ്രകാരം പുള്ളിക്കാരന് OCD ഉണ്ട്. സോ അതോടെ തന്നെ അധികം കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്ക് ഇഷ്ടമല്ല. സോ അതോടെ തന്നെ പുള്ളി അത് ഒരു ഡാർക്ക് ടൂണിലാക്കി മാറ്റുന്നു. ഏകദേശം തൻ്റെതായിട്ടുള്ള ഒരു ശൈലിയിൽ തന്നെ പുള്ളി അതിന് മറുപടി കൊടുത്തു എന്ന് തന്നെ ഇപ്പോൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും KGF നമ്മൾ കണ്ട് ശീലിച്ചതായോട് തന്നെ ഈ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു ബന്ധം അല്ലെങ്കിൽ സിമിലാരിറ്റി തുടക്കത്തിൽ തോന്നുന്നുണ്ട്. എന്നാൽ അതേസമയം ചിലർക്കത് ഇഷ്ടപ്പെടുകയുമില്ല. കാരണം സ്ഥിരം ഒരേ ക്ലീഷേനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നൊരു അഭിപ്രായം തീർച്ചയായിട്ടും ഇതിനെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനി ഓരോ കഥാപാത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പറയേണ്ടിയിരിക്കുന്നു, പ്രഭാസിന്റെ ഒരു വൻ തിരിച്ചുവരവ് തന്നെയാണ് സലാർ എന്നുള്ള കാര്യം തന്നെയാണ്. അഥവാ ബാഹുബലിക്ക് ശേഷം പുള്ളിക്കാരൻ നല്ലൊരു സിനിമ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദിപുരുഷായാലും രാധേശ്യാമായാലും പുള്ളിക്കാരൻ്റെ ഉള്ള മാർക്കറ്റ് വാല്യൂ ഇടിച്ച സിനിമ തന്നെയായിരുന്നു. എന്നാൽ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം പണ്ട് എവിടേക്കോ കണ്ടുമറന്ന ഒരു പ്രഭാസിനെ തിരികെ കിട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം മനോഹരമാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ബിൽഡപ്പ് തന്നെയാണ്. അഥവാ പല പല കാര്യങ്ങളെ ബിൽഡപ്പ് ചെയ്യുന്നു, കഥയെ ബിൽഡപ്പ് ചെയ്യുന്നു, ക്യാരക്ടേഴ്സിനെ ബിൽഡപ്പ് ചെയ്യുന്നു എന്ന് തുടങ്ങിയ പല പല കാര്യങ്ങളും ഫസ്റ്റ് ഹാഫിൽ അവർ വൃത്തിയാക്കി ബിൽഡപ്പ് ചെയ്ത് വെക്കുന്നു. ഇതിലായിട്ട് നമുക്ക് ഒരുപാട് നല്ല ഇൻട്രൊഡക്ഷൻസ് കാണാൻ സാധിക്കുന്നു. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പൃഥ്വിരാജിൻ്റെത്. കാരണം പുള്ളിക്കാരന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു കഥാപാത്രം ഇത് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അഥവാ സാധാരണ ഒരു അന്യഭാഷ നടന് മറ്റൊരു ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ ഒരു നോക്കുകുത്തി ജോലി മാത്രമാണ് ചില സമയങ്ങളിൽ കിട്ടാറുള്ളത്. അത്തരത്തിലാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. വളരെ റെയർ ആയിട്ടുള്ള നിമിഷങ്ങളിൽ മാത്രമാണ് ഒരു വലിയ സ്റ്റാറിനോടൊപ്പം മറ്റൊരു അന്യഭാഷ നടന് നല്ല റോൾ ലഭിക്കുന്നത്. എന്നാൽ പറയേണ്ടിയിരിക്കുന്നു പൃഥ്വിരാജിന് പ്രശാന്ത് നീൽ നല്ല റോള് തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് പുള്ളി വെടിപ്പാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതോടെ തന്നെ ആ കാര്യത്തിൽ 100 മാർക്കാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഓരോ കഥാപാത്രങ്ങളെ ബിൽഡപ്പ് ചെയ്ത് കൃത്യമായിട്ടും അന്യായമാക്കി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. അതോടൊപ്പം നല്ലൊരു ഇന്റർവെൽ ബ്ലോക്കും. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ പൊതുവെ സിനിമയുടെ നട്ടെന്ന് വിശ്വസിക്കുന്ന സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ചെറിയ താഴ്ച എവിടേക്കോ തോന്നുന്നുണ്ട്. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഒരു പരിധിവരെ പറയേണ്ടിയിരിക്കുന്നു പലർക്കും മിക്സഡ് അഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാകുന്നു എന്ന് പറയാനുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കണം. എങ്കിൽ പോലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരുപാടധികം ഇഷ്ടപ്പെടുന്ന അടിപൊളി സിനിമ തന്നെയാണ് സലാർ. ഇനി ഇതിൻ്റെ ഓരോ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ സിനിമയുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അഥവാ സിനിമയുടെ VFXന് നട്ടല്ലൊതുങ്ങുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ അതോടെ തന്നെ കുറേയൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും തോന്നുക തന്നെ ചെയ്യും. അതിലുപരി ഈ സിനിമയുടെ ഏറ്റവും മികച്ച മറ്റൊരു മേഖല എന്ന് പറയുന്നത് സിനിമയുടെ ആക്ഷൻ സീക്വൻസുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു ഹെവി ഫീല് ഈ ആക്ഷൻ സീക്വൻസുകളിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അഥവാ പ്രഭാസ് എന്ന നായകൻ വരുമ്പോൾ ആ പുള്ളിക്കാരന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പുള്ളി ഇടിക്കുമ്പോൾ ആളുകൾക്ക് ഏൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്രമാത്രം ഇവന് കഴിവുണ്ടോ എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് തോന്നും. എങ്കിൽ പോലും ആ കുറേ കാര്യങ്ങളിലൊക്കെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം ഇവൻ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊരു തോന്നൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ വരിക തന്നെ ചെയ്യും. കാരണം അത്രമാത്രം നല്ല രീതിയിൽ കഥാപാത്രങ്ങളെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനും പ്രശാന്ത് നീലിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സോ അതോടെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ എല്ലാ മേഖലകളിലും സിനിമ അടിപൊളി തന്നെയാണ്. ഏകദേശം 2 മണിക്കൂർ 55 മിനിറ്റ് ഉണ്ട്. എങ്കിൽ പോലും ഒരു നിമിഷങ്ങളിൽ പോലും നമുക്ക് ഒരു ലാഗ് തോന്നുകയില്ല.
പറയേണ്ടിയിരിക്കുന്നു ഈ വർഷങ്ങളിലെ ഏറ്റവും മികച്ച ഒരു ആക്ഷൻ സിനിമ തന്നെയാണ് സലാർ എന്നുള്ള കാര്യം തന്നെയാണ്. അറവിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അതിനുള്ള എല്ലാ തിരികളും കത്തിച്ച് വെച്ചിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിക്കുന്നത്. സോ എന്തൊക്കെ തന്നെയാലും സിനിമ നല്ല രീതിയിൽ കയറും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അതേപോലെ സിനിമയുടെ സ്ക്രിപ്റ്റും അതിമനോഹരം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായ പ്രകാരം ഈ സിനിമയുടെ മെയിൻ കഥയിലെ ഒരു തരി പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അഥവാ വളരെയധികം ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ലെയർ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രശാന്ത് നീൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാടധികം ഡീറ്റെയിലിംഗ് ഈ സിനിമയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പരിധി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ടിൽ തന്നെയായിരിക്കും. സോ അതോടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാത്തിനെയും ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഇത് മുൻപോട്ട് പോകുന്നതെന്നും എങ്ങനെയായിരിക്കും ഇത് സെക്കൻഡ് പാർട്ടിലേക്ക് കാര്യങ്ങൾ മാറ്റിവെക്കാൻ പോകുന്നതും എന്നതിനുള്ള പല കാര്യങ്ങളും നമ്മൾ ഇനി കാണേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും പൊതുവെ പറയേണ്ടത് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും അർഹിക്കുന്ന ഒരു സിനിമ തന്നെയാണ് സലാർ. തീർച്ചയായിട്ടും ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത് തന്നെ ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി തന്നെയാണ്. അത് നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളി തന്നെയാണ്. കാരണം കൃത്യമായിട്ടുള്ള ഓരോന്നും പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില അവസരങ്ങളിൽ പറയേണ്ടിയിരിക്കുന്നു ആ ഒരു സീനിന് ഇമ്പാക്റ്റ് നൽകുന്നത് തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. ഗൂസ് ബം മൊമെന്റ്സ് എല്ലാം നൽകാൻ ഇതിന് സാധിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം. സോ അതോടെ തന്നെ പൊതുവെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു അടിപൊളി സിനിമ, ഒരിക്കലും നഷ്ടമാകില്ല. നമ്മുടെ എല്ലാം എക്സ്പെക്ടേഷൻ ഏറെക്കുറെ മീറ്റ് ചെയ്യുക തന്നെ ചെയ്യും ഈ സിനിമ. സോ എന്തൊക്കെ തന്നെയാലും കാത്തിരിക്കാം ഇനി സെക്കൻഡ് പാർട്ടിൽ എന്തായിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയാനായിട്ട് തന്നെ. സോ അതോടെ തന്നെ നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഓപ്പൺ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിർദ്ദേശ ഫാൻസിസം പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇതിന്റെ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ അമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.